We are going to discuss on the vibrational spectrum of a harmonic oscillator. Vibration spectrum of a harmonic oscillator. By saying harmonic oscillator, I am going to consider a diatomic molecule. Okay, a diatomic molecule like a hydrogen chloride, for example. Diatomic molecule like a hydrogen chloride. Hydrogen chloride. Okay, so we can consider this hydrogen chloride molecule as a simple harmonic oscillator. Before talking about the simple harmonic motion of this diatomic molecule, we have to consider the type of forces that keeps this hydrogen and chlorine together. Okay, ഈ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്? ഒന്ന് എന്ന് പറയുന്നത് the nucleus of the hydrogen and the nucleus of the chlorine both are positively charged particles, right? അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. So there is nucleus repulsive force, repulsion. Okay, this is one force. So that is a repulsive force. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് the electron cloud of hydrogen and the electron cloud of the chlorine. അതായത് ഹൈഡ്രജന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണും ക്ലോറിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണും. So electron interaction. What type of an interaction it is? So they are like charge. So it will also be a repulsion, right? Repulsion. Sorry. So there will be electron repulsion. Okay, and there is another force, that is the nucleus of the hydrogen atom attracts the electrons of chlorine and the nucleus of chlorine attract the electrons of hydrogen. Okay, അപ്പം മറ്റൊരു ടൈപ്പ് ഒരു ഇൻട്രാക്ഷൻ ആണ് ഇത്. ഇതാണ് ന്യൂക്ലിയസ് ഇലക്ട്രോൺ അട്രാക്ഷൻ അല്ലേ. ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അട്രാക്ഷൻ അല്ലേ. അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ഫോഴ്സസ് ആണ് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ആക്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ആദ്യത്തെ രണ്ട് ഫോഴ്സുകൾ ഏതാണ്? ന്യൂക്ലിയസ് റിപ്പൾഷനും ഇലക്ട്രോൺ റിപ്പൾഷനും. These forces will tend to push these atoms apart അല്ലേ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസും റിപ്പൾസീവ് ഫോഴ്സസ് ആയതുകൊണ്ട് അവർ ഇതിനായിരിക്കും ശ്രമിക്കുന്നത്, ഈ ആറ്റങ്ങളെ അകലേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുന്നത്, റിപ്പൾഷൻ ആയതുകൊണ്ട് അല്ലേ. എന്നാൽ മറ്റൊരു ഫോഴ്സ് കൂടി ഉണ്ട്. എന്താണ് അത്? അട്രാക്ഷൻ ആണ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തിനാണ്? ഈ രണ്ട് ആറ്റങ്ങളെ അടുപ്പിച്ച് നിർത്താനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ രണ്ട് ഡയറക്ഷനിലുള്ള ഫോഴ്സുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. സോ these two forces will tend to push these atoms apart, but this force will try to pull the atom together അല്ലേ. അപ്പം അങ്ങനെയുള്ള രണ്ട് ഫോഴ്സസിന്റെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും തീർച്ചയായിട്ടും സംഭവിക്കുന്നത്? സോ ദർ വിൽ ബി സം ബാലൻസിങ് പോയിന്റ് അല്ലെ. ഒരു ബാലൻസിങ് പോയിന്റിൽ ഈ രണ്ട് ഫോഴ്സസും സാറ്റിസ്ഫൈഡ് ആകും, അല്ലെങ്കിൽ രണ്ട് ഫോഴ്സസിന്റെ എഫക്റ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന ഒരു ബാലൻസിങ് പോയിന്റ് ഉണ്ട്. ആ ബാലൻസിങ് പോയിന്റ് ആണ് ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു നമ്മൾ കാണുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ there is a particular bond distance between hydrogen and chlorine. At that bond distance these forces are balanced. അപ്പോൾ ആ ഒരു ബോണ്ട് ഡിസ്റ്റൻസിൽ ഹൈഡ്രജനും ക്ലോറിനും നിൽക്കുമ്പോഴാണ് ഈ ഫോഴ്സസ് ബാലൻസ്ഡ് ആവുന്നതും ഈ സിസ്റ്റം എന്ന് പറയുന്നത് ടുഗദർ, ഹൈഡ്രജനും ക്ലോറിനും ടുഗദർ ആയിട്ട് നിൽക്കുന്നതും ആ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴായിരിക്കും അവർ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്, രണ്ട് ആറ്റങ്ങളുള്ള ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് ടേമിൽ നമ്മൾ ആർ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും, ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഒരു ഡയറ്റമിക് മോളിക്യൂൾ നമ്മൾ പരിഗണിക്കുമ്പോൾ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അവിടുത്തെ ഫോഴ്സസ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇനിയും ഈ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? രണ്ട് ആറ്റങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പുൾ ചെയ്യുകയാണ് അല്ലെ. വി ആർ പുള്ളിങ് ദ ആറ്റംസ് അപ്പാർട്ട് അല്ലെ. രണ്ട് ആറ്റങ്ങളെ നമ്മൾ പുൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്?
ഈ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നും അവിടെയുള്ള ബോണ്ട് ഡിസ്റ്റൻസ് കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിലാണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മിനിമം ആകുന്നത്. പക്ഷേ ഈ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ആ ആറ്റത്തിലെ രണ്ട് ആറ്റങ്ങളെ അങ്ങോട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ആ അട്രാക്റ്റീവ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഈ രണ്ട് ആറ്റങ്ങളെയും കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനായിരിക്കും ബോണ്ട് കംപ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ട് ആറ്റങ്ങളെ പുഷ് ടുഗദർ, വി പുഷ് ദ ടു ആറ്റംസ് ടുഗദർ സോ ദാറ്റ് ദ ബോണ്ട് കംപ്രസ്. അപ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്? പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ റിപ്പൾസീവ് ഫോഴ്സസിന് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴും സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പം സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നത് അത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ്. ദ മിനിമം ഓഫ് ദ എനർജി മിനിമം at the energy minimum, the internuclear distance is referred to as the equilibrium bond distance. അല്ലേ? എനർജി മിനിമം എപ്പോഴാണോ ആകുന്നത് ആ സമയത്തെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ അതിനെ ബോണ്ട് ലെങ്ത് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ HCl മോളിക്യൂളിന്റെ ഒരു കേസ് നമ്മൾ പരിഗണിക്കാൻ ചെയ്യാം. നമുക്കറിയാം ഈ ആറ്റങ്ങൾക്ക് ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആറ്റങ്ങൾക്കല്ല, ഈ മോളിക്യൂളുകൾക്ക് ഒരു ഇൻട്രൻസിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മളിവിടെ ഡയാറ്റോമിക് മോളിക്യൂളാണ് പരിഗണിക്കുന്നത്. എക്സാമ്പിൾ HCl മോളിക്യൂൾ പരിഗണിക്കുന്നു. ഈ ഇൻട്രൻസിക് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ട മൂവ്മെന്റുകൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ആറ്റംസ് ആർ ഗോയിങ് അപ്പാർട്ട് ആൻഡ് ദെൻ ദ ആറ്റംസ് ആർ കമ്മിങ് ടുഗദർ. ഇത് അനസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോൾ നമ്മളൊരു HCl മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ the HCl bond distance is increased from the equilibrium bond distance, and then the HCl bond distance will decrease compared to the equilibrium bond distance. അപ്പോൾ equilibrium bond distance ഇതാണെന്നുണ്ടെങ്കിൽ, ഇതാണ് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള equilibrium bond distance എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു മൊമെന്റിൽ ഈ equilibrium bond distance കൂടും. അതായത് ആറ്റം ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അതായത് equilibrium bond distance ഇവിടെ കൂടി അല്ലേ? ഇനി അടുത്ത മൊമെന്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്രസ് ചെയ്യും. അത് തിരിച്ചിങ്ങോട്ട് കണ്ടോ, ഇവിടെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നും കുറയുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ കുറച്ചും കൂടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് താഴോട്ട് വരയ്ക്കാൻ നോക്കും, കുറച്ചും കൂടെ കൃത്യമായിട്ടാണ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇനി അത് കംപ്രസ് ചെയ്ത് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലേക്ക് വന്നു. ഇനി അതിൽ നിന്നും വീണ്ടും കംപ്രസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അത് അതിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് വീണ്ടും കുറയുന്നു അല്ലെ? ഇനി അത് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും, ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിലേക്ക് വരും, വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും, അതൊരു ഇലോങ്ങേറ്റഡ് ബോണ്ട് ആയിട്ട് മാറും അല്ലെ? അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് മോളിക്യൂൾസ് ആർ ഗോയിങ് അപ്പാർട്ട് ദെൻ കമ്മിങ് ടുഗദർ. ദിസ് മോഷൻ ഈസ് കോൾഡ് വൈബ്രേഷൻ. ഇതിനെ നമ്മൾ വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഇൻട്രൻസിക് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾ എല്ലാ സമയവും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മോളിക്യൂളുകളും. അപ്പൊ HCl-നുമുണ്ട് ഇതുപോലെയുള്ള വൈബ്രേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള വൈബ്രേഷൻ നടക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദി എനർജി ഓഫ് ദി HCl മോളിക്യൂൾ? അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ കൺസിഡറിംഗ് ദി HCl മോളിക്യൂൾ വൈബ്രേറ്റ്, അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോറിൻ ആറ്റത്തെ അങ്ങ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു ആക്സിസ് ഇവിടെ വരയ്ക്കുകയാണ്. ഈ ആക്സിസിൽ നമ്മൾ ക്ലോറിൻ ആറ്റത്തെ അങ്ങ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. സോ ഹിയർ ഈസ് എ ക്ലോറിൻ ആറ്റം. ഇവിടെ ഫിക്സ് ചെയ്യാണ് ക്ലോറിൻ ആറ്റത്തെ. ക്ലോറിൻ ആറ്റത്തെ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി ആ ക്ലോറിൻ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? ടച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോറിനും ഹൈഡ്രജനും ഒരു ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ കുറവായിരിക്കും അല്ലേ? അപ്പം ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. അതായത് ഞാൻ ഇവിടെ എനർജിയാണ് ഈ ആക്സിസിൽ എടുക്കുന്നത്, എനർജി ഇൻ ദിസ് ആക്സിസ് ഓർ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദിസ് ആക്സിസ്.
ഇവിടെ ഞാൻ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എടുക്കുകയാണ് ഈ ആക്സിസിൽ. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻ ദിസ് ആക്സിസ്. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓക്കെ, അത് ഈ ആക്സിസിൽ എടുക്കുകയാണ്. ആർ, ഇതാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഇനി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആർ ഇക്വിലിബ്രിയം ആകുമ്പോൾ ഇതാണ് ആർ ഇക്വിലിബ്രിയം എന്ന് നിങ്ങൾ വിചാരിക്കുക. ദിസ് ഈസ് ആർ ഇക്വിലിബ്രിയം, ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ ഇക്വിലിബ്രിയം. ആ ആർ ഇക്വിലിബ്രിയം ആകുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ, ദിസ് ഈസ് ആർ ഇക്വിലിബ്രിയം. ഇതാണ് ആർ ഇക്വിലിബ്രിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് ക്ലോറിൻ ഇവിടെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ക്ലോറിൻ ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കുന്നു. അവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും അതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ആയിരിക്കും ഇതായിരിക്കും അതിന്റെ ബോണ്ട് ലെങ്ത്. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വിലിബ്രിയം ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ആർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ലെങ്ത് ആണ് ആർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കംപ്രസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ കംപ്രസ് ചെയ്യുന്ന പോയിന്റിൽ എന്ത് സംഭവിക്കും? അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരല്പം മുകളിലോട്ട് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ അതിനെ വീണ്ടും കംപ്രസ് ചെയ്യുക. അപ്പൊ ക്ലോറിൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അതിന്റെ എനർജി എന്ന് പറയുന്നത് വീണ്ടും കുറേയും കൂടി ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ എനർജി ഉയർന്ന് മറ്റൊരു സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമുക്ക് അതിനെ എല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം. So let me draw a line. So along this line, if you are compressing the molecule along this line, the energy is increasing. അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന എവിടെയാണ്? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിലാണ്. ഇനി ഇതിന് പകരം കംപ്രസ് ചെയ്ത് ഇവിടെ നമ്മൾ കംപ്രസ് ചെയ്തപ്പം എന്തുമാത്രം ഇത്രയുമാണ് അതിനെ കംപ്രസ് ചെയ്തത് അല്ലെ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് കംപ്രസ് ചെയ്തത്. ഇതിനെ നിങ്ങൾ x1 എന്ന് വിചാരിക്കുക. x1 ഡിസ്റ്റൻസിലേക്കാണ് അതിനെ കംപ്രസ് ചെയ്തത്. ഇനി x1 ഡിസ്റ്റൻസിലേക്ക് ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത്രയും ഡിസ്റ്റൻസിൽ തന്നെ അതിനെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു. ഇതും x1 ഡിസ്റ്റൻസ് ആണ്. അതിനെ x1 ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഇതേ എനർജി തന്നെയായിരിക്കും. അതായത് x1 ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്തപ്പോൾ ഈ മോളിക്യൂളിനെ x1 ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്തപ്പോൾ എനർജി ഇൻക്രീസ് ചെയ്തെങ്കിൽ x1 ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും ഇത്രയും തന്നെ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അതിന്റെ എനർജിയുടെ ഇൻക്രീസ് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് എനർജിക്ക് ഉണ്ടായ ഇൻക്രീസ്. അപ്പൊ കംപ്രസ് ചെയ്തപ്പോൾ ഉണ്ടായ എനർജി ഇൻക്രീസ് ഇതാണ്. അത്രയും ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന എനർജി ഡിഫറൻസും ആ എനർജിയുടെ ഇൻക്രീസും അത് തന്നെയായിരിക്കും. സോ വെൻ വി ആർ ഇലോങ്ങേറ്റിംഗ് ദിസ് വൺ, സോ സി നൗ ദ ബോണ്ട് ലെങ്ത് ഈസ് ഫ്രം ഹിയർ ടു ഹിയർ അല്ലെ. ഇലോങ്ങേറ്റ് ചെയ്തപ്പോൾ അതിന്റെ എനർജി അത്ര തന്നെ ഇൻക്രീസ് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിൽ, ഇതാണല്ലോ ഇക്വിലിബ്രിയം ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ x2 ഡിസ്റ്റൻസിലേക്കാണ് കംപ്രസ് ചെയ്തത്. ഓക്കെ, കംപ്രസ് ചെയ്തത് x2 ഡിസ്റ്റൻസിലാണ്. അപ്പൊ എനർജി ഇൻക്രീസ് ചെയ്ത് എത്രയാണ്? ഇവിടെ നിന്ന് ഇത്രയും എനർജി ഇൻക്രീസ് ചെയ്തു അല്ലെ. അതായത് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നപ്പോൾ അതിന്റെ എനർജി എത്രയായിരുന്നു? അതിനേക്കാളും ഇവിടെ വരെയാണ് എനർജി ഇൻക്രീസ് ചെയ്തത്. ഇവിടെ വരെ എനർജി ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ x2 ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അത്രയും ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ അതിനെ ഇലോങ്ങേറ്റ് ചെയ്തു. ഓക്കെ, ഇത് x2 ഡിസ്റ്റൻസ് ആണ്. ഇലോങ്ങേറ്റ് ചെയ്തു x2 ഡിസ്റ്റൻസിലേക്ക്. അപ്പോഴുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് കംപ്രസ് ചെയ്തപ്പോൾ ഉയർന്ന എനർജി എത്രയാണ്? ഇത്രയാണ് കംപ്രസ് ചെയ്തപ്പോൾ ഉയർന്ന എനർജി, ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ലെ. അത്രയും തന്നെ എനർജി ആയിരിക്കും ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന എനർജിയുടെ ഇൻക്രീസ് എന്ന് പറയും. അപ്പൊ നമുക്ക് പുതിയൊരു കർവ് ഇങ്ങനെ കിട്ടുമല്ലേ. പുതിയൊരു കർവ് ഇങ്ങനെ കിട്ടിയാണ്. ഈ പുതിയ കർവ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇത് കാണിക്കുന്നത് ഇതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെന്നാണ് കാണിക്കുന്നത്. ഇതൊരു അപ്രോക്സിമേഷൻ മാത്രമാണ് കേട്ടോ. സത്യത്തിൽ ഇത് റിയാലിറ്റി ഒന്നും അല്ല. സാധാരണഗതിയിൽ മോളിക്യൂളുകളെ സ്ട്രെച്ച് ചെയ്യുന്നത് മോളിക്യൂളുകളെ കംപ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ്. അപ്പൊ എനർജി രണ്ട് കേസിലും ഒരുപോലെ ഒന്നും അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതൊരു അപ്രോക്സിമേഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ കേസ് സിംപിളർ ആക്കുന്നതിന് വേണ്ടി നമ്മളൊരു അപ്രോക്സിമേഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഈ അപ്രോക്സിമേഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ മോളിക്യൂളുകൾ ഇതുപോലെയുള്ള സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററുകളൊന്നുമല്ല. അതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നിന്ന് ഒരുപാട് വ്യതിചലിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ബട്ട് ഫോർ എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫോർ ആൻ ഈസി സ്റ്റാർട്ടിംഗ് പോയിന്റ്, വി ആർ കൺസിഡറിംഗ് ദാറ്റ് ദ മോളിക്യൂൾ ഈസ് എ സിമ്പിൾ ഹാർമോണിക്. ഇങ്ങനെയുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കർവിന്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടല്ലേ. സോ ഇവിടെ നമ്മൾ ക്ലോറിനാറ്റത്തെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ക്ലോറിനാറ്റം ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു, ഹൈഡ്രജൻ ആറ്റം മാത്രം സ്ട്രെച്ച് ചെയ്യുന്നു, ഇലോങ്ങേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം അത് നമ്മുടെ വ്യൂ പോയിന്റിനെ അനുസരിച്ചിരിക്കുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോറിൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വരുന്നു. ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2 ആറ്റങ്ങളും അടുത്ത് വരുന്നു, പിന്നീട് 2 ആറ്റങ്ങളും അകന്നു പോകുന്നു. ഇവിടെ 2 ആറ്റങ്ങളുടെയും മൂവ്മെന്റ് നമ്മൾ പരിഗണിച്ചു. അത് നമ്മൾ ഈ ആറ്റങ്ങളെ പുറത്ത് നിന്ന് വീക്ഷിക്കുമ്പോഴാണ് അല്ലെ, വി ആർ ഒബ്സർവിംഗ് ദി ആറ്റംസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോഴാണ് 2 ആറ്റങ്ങളും അകന്നു പോകുന്നതായിട്ടും 2 ആറ്റങ്ങളും അടുത്ത് വരുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത്. ബട്ട് ഈ സപ്പോസ് ദാറ്റ് യു ആർ സിറ്റിംഗ് ഓൺ ദ ക്ലോറിൻ ആറ്റം. നമ്മളിവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്നിട്ട് ഈ ക്ലോറിൻ ആറ്റത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഈ ക്ലോറിൻ ആറ്റത്തിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഇവിടെ ഈ ക്ലോറിൻ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും അകലുകയും അടുത്ത് വരികയും അകലുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്തില്ല അല്ലെ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ക്ലോറിൻ ആറ്റത്തിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ we will feel that only hydrogen atom is moving അല്ലെ. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റം നമുക്ക് അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നും, ഇനി ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റം നമുക്ക് പുറത്തേക്ക് പോകുന്നതായിട്ടും തോന്നും അല്ലെ. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലോറിൻ ആറ്റത്തെ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റം മാത്രമേ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലോറിൻ ആറ്റത്തെ ഒരു ആക്സിസിൽ ഫിക്സ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് ദിസ് ആസ് എ റെഫറൻസ് പോയിന്റ്. അതിനെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓർ ഇൻ അതർ വേർഡ്സ് വി ആർ സിറ്റിംഗ് ഓൺ ദ ക്ലോറിൻ ആറ്റം ആൻഡ് ഒബ്സർവിംഗ് ദ ഹൈഡ്രജൻ ആറ്റം. അതിന് സമാനമാണ് ഇതല്ലേ. അപ്പം കംപ്രസ് ചെയ്യുകയും ഇലോങ്ങേറ്റ് ചെയ്യുകയും നമുക്ക് പല രീതിയിൽ നോക്കിക്കാണാം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അതിനെ നോക്കിക്കാണാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പൊസിഷനിൽ നിന്നുകൊണ്ട്, സ്പേസിലെ മറ്റൊരു പൊസിഷനിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാം. അപ്പം 2 രീതിയിൽ നോക്കിക്കാണുമ്പോൾ നമ്മൾ 2 രീതിയിലായിരിക്കും നമുക്ക് അതിനെ അനുഭവപ്പെടുന്നത്. പക്ഷേ മോഷൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വരച്ചിരിക്കുന്ന ഗ്രാഫിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് സംശയം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ക്ലോറിൻ ഫിക്സ്ഡ് ആയിപ്പോയത്, ഹൈഡ്രജൻ മാത്രം ഒരു അനങ്ങുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ 2 ആറ്റങ്ങളും മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് വി ആർ ലുക്കിംഗ് ഇൻ ടു ദ സിസ്റ്റം ബൈ സിറ്റിംഗ് ഓൺ ദ ക്ലോറിൻ ആറ്റം. ദാറ്റ് ഈസ് വൈ വി ആർ ഫിക്സിംഗ് ദ ക്ലോറിൻ ആറ്റം ഓൺ ദ ആക്സിസ്. അത്രയും ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ? ഇതാണ് എന്റെ ഈ വൈബ്രേഷന്റെ പൊട്ടൻഷ്യൽ എനർജി കർവാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി കർവിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കർവ് മിനിമം ആകുമ്പോൾ അതിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ് ആണ്. സോ വെൻ വി ആർ ഗോയിങ് ഇൻ ടു ദ അതർ പാർട്സ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി കർവ്, നമ്മൾ ഇതിനെ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ എനർജി ലെവലിലുള്ള അതിന്റെ കംപ്രസ്ഡ് ബോണ്ട് ലെങ്തും ഇലോങ്ങേറ്റഡ് ബോണ്ട് ലെങ്തും കിട്ടും. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി കർവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്നാണ് വിളിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആവാനുള്ള കാരണം ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഒരേ ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്യിക്കുമ്പോഴും ഇലോങ്ങേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ x1 ഈസ് കംപ്രസ്ഡ് ആൻഡ് x1 ഇലോങ്ങേറ്റഡ്. At both time we get the same energy increase. Therefore it is a simple harmonic oscillator. ഒരു അൻഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷണൽ സ്പെക്ട്രം എങ്ങനെ എറേസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹൗ ദ വൈബ്രേഷണൽ സ്പെക്ട്രം ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വിൽ അറൈസ്. ഓക്കെ. ഇനി ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിതിനെ ഇലോങ്ങേറ്റ് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സത്യത്തിൽ അവിടെ ഈ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ആ ഇലോങ്ങേഷൻ എഗൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഫോഴ്സ് ഈസ് ആക്ടിങ് എഗൻസ്റ്റ് ദ പ്രോസസ് ഓഫ് ഇലോങ്ങേഷൻ. അതുപോലെ കംപ്രസ് ചെയ്യുമ്പോഴും അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, എപ്പോഴും അതിന്റെ മിനിമം എനർജി എന്ന് പറയുന്നത് അതിന്റെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ. അപ്പൊ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്നും സിസ്റ്റം എപ്പോഴെല്ലാം വ്യതിചലിക്കുന്നുവോ അപ്പോഴെല്ലാം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും, അതിന് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ആ ഫോഴ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് അല്ലെ. Therefore a force will act on this one. That force is proportional to the extent of elongation. Okay, or force is proportional to extent of elongation. Extent of elongation ഇവിടെ എത്രയാണ്, r equilibrium എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസ്. r എന്ന് പറയുന്നതാണ് അവിടുത്തെ റിയൽ നമ്മൾ പരിഗണിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് പരിഗണിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ്, ഏതെങ്കിലും ഒരു സമയത്ത് പരിഗണിക്കുന്ന ബോണ്ട് ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. അപ്പൊ r മൈനസ് r ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് എന്താണ് അവിടുത്തെ നമ്മൾ വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇലോങ്ങേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് r, കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് r. Anyway, r minus r equilibrium will give you the extent of elongation or compression. അല്ലെ, extent of elongation or compression തരുന്നത് r minus r equilibrium ആണ്. മനസ്സിലായോ? അപ്പോഴ് ഈ r minus r equilibrium എന്ന് പറയുന്നതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് എത്രമാത്രം
വ്യതിചലിക്കുന്നോ അത്രയും കൂടുതലായിരിക്കും അതിന് എഗൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so we can write it like actually this force is in the negative direction of the displacement അല്ലേ. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ പോകുന്നു. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി കംപ്രസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അല്ലെ, അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. കാരണം ഇതിനെ ഇക്വിലിബ്രിയം പൊസിഷൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. സോ there is a force and that force is proportional to the displacement, but at the same time that force is acting in the opposite direction of the displacement. Displace ചെയ്യുന്ന എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒരു ഈക്വൽ സൈൻ ആക്കണമെന്നുണ്ടെങ്കിൽ F is equal to minus k into r minus r equilibrium എന്ന് എഴുതാം. ഓക്കെ, ഇവിടുത്തെ ഈ കെ ആണ് നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് കോൺസ്റ്റന്റ് കെ is called force constant. So F is equal to minus k into r minus r equilibrium, where k is called force constant. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച സമയത്ത് ഇതെല്ലാം വളരെ വിശദമായിട്ട് പഠിച്ചതാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് ദ സിസ്റ്റം ഓക്കെ is equal to energy E is equal to half into K into R minus R equilibrium the whole square. ഇപ്പോൾ ഇവിടെ R minus R equilibrium എന്ന് പറയുന്നത് നമുക്കറിയാം if the bond is stretching R minus R equilibrium എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലേ. അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ R minus R equilibrium പോസിറ്റീവ് ആയിരിക്കും. കാരണം R will be greater than R equilibrium ആയിരിക്കും സ്ട്രെച്ചിങ്ങിന്റെ സമയത്ത്. എന്നാൽ അത് കംപ്രസ് ചെയ്യാണ് സംഭവിക്കുന്നതല്ലോ, R കുറയുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ R minus R equilibrium എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം R equilibrium ആണ് ആ കേസിൽ വലുത് അല്ലെ കംപ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവുമാണ്. പക്ഷേ R minus R equilibrium the whole square എന്ന് പറയുന്നത് രണ്ട് കേസിലും ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ R minus R equilibrium പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിന്റെ സ്ക്വയർ ആണ് അതിന്റെ എനർജി തീരുമാനിക്കുന്നത്. അത് തന്നെയാണ് ഈ കർവും കാണിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് R minus R equilibrium പോസിറ്റീവ് ആയാലും R minus R equilibrium നെഗറ്റീവ് ആയാലും അതിന്റെ എനർജിക്ക് മാറ്റമുണ്ടോ? ഇല്ല. എനർജി only depends upon the displacement from the equilibrium bond distance. ഓക്കെ, അത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എനർജി ഒരുപോലെയാണ് കൂടുന്നത് എന്നാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. ഓക്കെ, സോ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു R minus R equilibrium the whole square ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹാർമോണിക് ഓസിലേറ്ററിന്റെ സ്പെക്ട്രം എങ്ങനെ അറേസ് ചെയ്യുന്നു എന്ന് നോക്കാം. എങ്ങനെയാണ് ഈ സ്പെക്ട്രം അറേസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. അപ്രോക്സിമേഷൻ മീൻസ് ഇറ്റ് ഈസ് നോട്ട് റിയാലിറ്റി ബട്ട് ഇറ്റ് ഈസ് ക്ലോസ് ടു റിയാലിറ്റി ആൻഡ് ഗിവിംഗ് സം ഗുഡ് റിസൾട്ട്സ്. ഓക്കെ, അപ്പം ഭയങ്കര റിയാലിറ്റി ഒന്നുമല്ല. അതായത് ഏറ്റവും ചെറിയ എനർജിയിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ശരിയാണ്, ഇത് ഒരു ഹാർമോണിക് വൈബ്രേഷനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വൈബ്രേഷൻ ആയിരിക്കും നടത്തുന്നത്. പക്ഷേ എനർജി വളരെ കൂടുതലായി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവണമെന്നില്ല. അതിന്റെ ഹാർമോണിക് നേച്ചറിൽ നിന്നും വളരെ അധികം അകന്നു പോകും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സുകളൊക്കെ വളരെ റോങ് ആയിരിക്കും. പക്ഷേ എനർജി വളരെ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ വളരെ ഡീസന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഓസിലേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അതിന്റെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്നുള്ള ഓസിലേഷൻ ഫ്രീക്വൻസി നമുക്കറിയാം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു 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 മോളിക്യൂൾ HC എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ അല്ലെ. അപ്പൊ ഈ മോളിക്യൂളിന്റെ ഓസിലേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓസിലേഷൻ ഫ്രീക്വൻസി ഒമേഗ ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2 pi into root of k by mu ആയിരിക്കും. mu നിങ്ങൾക്കറിയാം എന്താണ് റെഡ്യൂസ്ഡ് മാസ് ആണ് mu എന്ന് പറയുന്നത്. mu is equal to m1 m2 divided by m1 plus m2. ഇതാണ് റെഡ്യൂസ്ഡ് മാസ്. റെഡ്യൂസ്ഡ് മാസിനെ പറ്റി നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇതാണ് ഒമേഗ ഓസിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹെർട്സ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിനെ വേവ് നമ്പറിന്റെ കേസിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഉപയോഗിക്കുന്ന വേവ് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത്. വേവ് നമ്പറിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ഇതിന്റെ വേവിനെപ്പെട്ട ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒമേഗ ബാർ ഓസിലേഷണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെ നമുക്ക് വേവിനെപ്പെട്ട ടേംസിലേക്ക് മാറ്റാം? നമുക്ക് ജസ്റ്റ് അതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? നമുക്ക് കാരണം ഇത് ഫ്രീക്വൻസി ആണ്. നമ്മൾ ഫ്രീക്വൻസി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂ എന്ന് പറയുന്ന ഒരു ഇത് വെച്ചാണ് അല്ലേ? ന്യൂ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ന്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? സി ഡിവൈഡഡ് ബൈ ലാംഡ ആണ് അല്ലെ? സി ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പൊ 1/λ എന്ന് പറയുന്നതാണ് എന്ത്? വേവ് നമ്പർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ന്യൂ ബാർ എന്ന് എഴുതാം. അപ്പൊ ന്യൂ ബാർ ഈസ് ഈക്വൽ എന്താണ്? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ന്യൂ ഡിവൈഡഡ് ബൈ സി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ന്യൂ ബാർ എന്നുള്ളതിന് പകരം ഒമേഗ ബാർ എന്നും ന്യൂ എന്നുള്ളതിന് പകരം ഒമേഗ എന്നുമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മാത്രം. ഓക്കെ, സോ ഒമേഗ ബാർ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു omega divided by c, or we can write 1/2 pi c into root of k divided by mu അല്ലേ? അപ്പൊ c കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് അല്ലേ? അപ്പൊ c കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എന്താണ്? 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്, അല്ലാന്നുണ്ടെങ്കിൽ 10⁻⁻10 സെന്റിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ സെന്റിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ നമുക്കിത് സെന്റിമീറ്റർ ഇൻവേഴ്സിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഒമേഗ ബാർ ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2 pi c into root of k by mu സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇതാണ് അതിന്റെ വേവ് നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഫ്രീക്വൻസി ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഈസ് 1/2 pi c into root of k by mu. സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു കൺവെൻഷൻ ആണ്. പല ടേമുകളെ നമ്മൾ ഫ്രീക്വൻസി എന്നോ എനർജിയോ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഫ്രീക്വൻസി ഇൻ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേവ് നമ്പർ തന്നെയാണ്. സോ ദ ഫ്രീക്വൻസി ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/2 pi c into root of k by mu ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇവിടുത്തെ ഈ ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? അത് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ ഓസിലേഷണൽ ഫ്രീക്വൻസി ഇൻ ടേംസ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ HCl ആണ് പരിഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ HClന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ്, അതാണ് എന്ത്? 1/2 pi c into root of k by mu സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി വൈബ്രേഷണൽ എനർജി. ഓക്കെ, ഈ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെയാണ് വൈബ്രേഷണൽ എനർജി? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് വൈബ്രേഷണൽ എനർജി. ഓക്കെ, ദ വൈബ്രേഷണൽ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. നമ്മൾ വളരെ വിശദമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. വൈബ്രേഷണൽ എനർജി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് വൈബ്രേഷണൽ എനർജി EV ഈസ് ഈക്വൽ ടു V plus half into h nu എന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചത് അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഒമേഗ ഓസിലേഷൻ എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് h ഒമേഗ ഓസിലേഷൻ എന്ന് ഉണ്ട് അല്ലേ? ഇവിടെ V എന്ന് പറയുന്നത് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. യു നോ ദാറ്റ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ V ഈസ് ഈക്വൽ ടു വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ V ഈസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. ഇതാണ് വൈബ്രേഷണൽ ക്വാണ്ടം നമ്പേഴ്സിന്റെ അലൗഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എനർജി എന്ന് പറയുന്നത്. വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് എന്ത്? ഈ കാണുന്ന V plus half into h ഒമേഗ ഓസിലേഷൻ എന്ന് പറയുന്നത്. V plus half into h ഒമേഗ ഓസിലേഷൻ. ഓക്കെ, അപ്പോഴ് ഇവിടെ ഈ വൈബ്രേഷൻ എനർജി ഒരു ക്വാണ്ടം നമ്പറിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ആ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3 ആണ്. അതുകൊണ്ട് ഈ വൈബ്രേഷൻ എനർജി എന്ന് പറയുന്നത് റിസ്ട്രിക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വൈബ്രേഷൻ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം അല്ലെ? വൈബ്രേഷൻ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഇനി ഈ വൈബ്രേഷൻ എനർജി, ഇവിടുത്തെ വൈബ്രേഷൻ എനർജി പറയുന്നത് ജൂളിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ജൂൾസ് കേട്ടോ. ഇനി നമുക്ക് അതിനെ വൈബ്രേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിലോ എപ്സിലോൺ V എങ്ങനെയാണ്? ജൂളിലുള്ള എനർജി നമ്മൾ HC കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? That is EV in joules divided by HC. That will give vibration energy in terms of centimeter inverse. That is equal to V plus half into H omega oscillation divided by HC. ഇവിടുത്തെ H കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ ഒമേഗ ഓസിലേഷൻ ഡിവൈഡ് ബൈ C. സത്യത്തിൽ ഒമേഗ ഓസിലേഷൻ ഡിവൈഡ് ബൈ C എന്തായിരുന്നു? ഇതാണ് അല്ലേ? ഒമേഗ ഓസിലേഷൻ ബൈ C is equal to ഒമേഗ ബാർ ഓസിലേഷൻ. So we can write like V plus half into omega bar
ഓസിലേഷൻ. ഇതാണ് ഇതിന്റെ വൈബ്രേഷണൽ എനർജി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. വൈബ്രേഷൻ എനർജി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഹിയർ V is equal to 0, 1, 2, 3, etc. Okay. So this is in terms of centimeter inverse. അപ്പൊ ഇത് കാണിക്കുന്ന എന്താണ്? മോളിക്യൂളിന് പല വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ? മോളിക്യൂളിന്റെ വൈബ്രേഷണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പലതാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കർവ് വരച്ചായിരുന്നു. ആ കർവിൽ ഞാൻ 1, 2, 3 പോയിന്റുകൾ മാത്രം അടയാളപ്പെടുത്തി. അതായത് ഞാനിവിടെ ഈ മോളിക്യൂളുകൾക്ക് കംപ്രസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ? ഞാൻ 2, 3 ഇൻസ്റ്റൻസുകൾ എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ഈ എക്സ്പ്രഷൻ കാണിക്കുന്ന എന്താണ്? ഈ മോളിക്യൂളുകൾക്ക് ചില പ്രത്യേക വൈബ്രേഷണൽ എനർജികളിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ അല്ലെ? മോളിക്യൂളിന് ചില എനർജിയിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂളിന് നമ്മൾ ഈ വരച്ച കർവിനകത്ത് എവിടെയും അതിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ ഒക്കൂല എന്നർത്ഥം. ഓക്കെ, എവിടെയും അതിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ ഒക്കൂല. അതിന് ചില റെസ്ട്രിക്റ്റഡ് വാല്യൂസിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ആ റെസ്ട്രിക്റ്റഡ് വാല്യൂസിനെ തീരുമാനിക്കുന്ന ആരാണ്? വി ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? അതിന്റെ വാല്യൂസ് വിയുടെ വാല്യൂവിനെ അനുസരിച്ചിരിക്കും. ഞാനിവിടെ വിയുടെ വാല്യൂവും ഓക്കെ ഇവിടെ എപ്സിലോൺ വിയും കൂടെ കൊടുക്കുകയാണ്. സോ വെൻ വി ഈസ് ഈക്വൽ ടു 0, എപ്സിലോൺ വി ഈസ് ഈക്വൽ ടു 0 plus half into omega bar oscillation. Okay, so EV in centimeter inverse. So that is equal to omega bar half omega bar oscillation ആയിരിക്കും അല്ലേ? So when V is equal to 1, then it is 1 plus half into omega bar oscillation ആയിരിക്കും. 1 plus half or 3/2 omega bar oscillation ആയിരിക്കും. When V is equal to 2, then it is 2 plus half into omega bar oscillation ആയിരിക്കും. V is equal to 2 plus half, that is equal to 5/2 omega bar oscillation ആയിരിക്കും. So when V is equal to 3, then it is 3 plus half into omega bar oscillation, means 7/2 omega bar oscillation ആയിരിക്കും അല്ലേ? അതായത് ഇവിടുത്തെ ഒമേഗ ബാർ ഓസിലേഷൻ ഓക്കെ, അതായത് അതിന്റെ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ്, അതിന്റെ ഹാഫ് എത്രയാണോ അതാണ് ആദ്യത്തെ അതിന്റെ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത്. അതായത് V is equal to 0 ആയിട്ടിരിക്കും. അത് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ സീറോ വാല്യൂ ആണ് അല്ലെ? ഹാഫ് എച്ച് ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആണ്. അതായത് ഇതിന്റെ ഈ വൈബ്രേഷന്റെ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും സീറോയിലേക്ക് വന്നെത്തുന്നില്ല. അത് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു മിനിമം വൈബ്രേഷൻ എനർജി ഉണ്ടായിരിക്കും. അത് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ ആണ്. ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ, ദിസ് ഈസ് എ മിനിമം എനർജി ആൻഡ് ദിസ് മിനിമം എനർജി ഈസ് കോൾഡ് സീറോ പോയിന്റ് എനർജി. ഓക്കെ, സീറോ പോയിന്റ് എനർജി. അതായത് ഈ മോളിക്യൂളിനെ ഒരിക്കലും ആ മോളിക്യൂൾ എന്ത് ചെയ്യത്തില്ല? റെസ്റ്റിലേക്ക് വരത്തില്ല. അതിന്റെ വൈബ്രേഷൻ സംബന്ധമായിട്ട് അത് ഒരിക്കലും റെസ്റ്റിലേക്ക് വരത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് വൈബ്രേറ്റിംഗ് ഓക്കെ വിത്ത് എ മിനിമം എനർജി ദാറ്റ് ഈസ് ഹാഫ് ഒമേഗ ബാർ ഓസിലേഷൻ. അപ്പം നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, നേരത്തെ വരച്ച മാതിരിയുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി കർവ്. ഇതിന്റെ വര ഭയങ്കര മോശമാണ്, നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ വരയ്ക്കുകയാണ്. സോ ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി കർവ്. പൊട്ടൻഷ്യൽ എനർജി കർവ്. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എനർജി കർവ് എങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയാം അല്ലെ? ക്ലാസിക്കലായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി കർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കർവ്. ഓക്കെ, അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജി കർവിനകത്ത് ഒരു മിനിമം എനർജി എപ്പോഴും എന്തുണ്ടായിരിക്കും? നമ്മുടെ മോളിക്യൂൾ ഉണ്ടായിരിക്കും ഒരു മിനിമം എനർജി. അത് ആ മിനിമം എനർജി എന്ന് പറയുന്നത് V is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, V is equal to 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ എനർജി. See, this is the minimum energy and this vibration energy corresponds to V is equal to 0. And what is that energy? That is half omega bar oscillation. This is that energy. Okay, then next energy is when V is equal to 1. V is equal to 1 ആകുമ്പോഴാണ് അടുത്ത എനർജി. അതിന്റെ വാല്യൂ എത്രയാണ്? 3/2 omega bar oscillation ആണ്. ആദ്യത്തേത് half omega bar oscillation ആണ്. half omega bar oscillation. Next is 3/2 omega bar oscillation. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവിടെ വരും 3/2 omega bar oscillation. Okay, so this is 3/2 omega bar oscillation
and this corresponds to V is equal to 1, and this is 3/2 omega bar oscillation. Okay, and the next possible energy is for V is equal to 2. V is equal to 2 ആണ് അല്ലേ? So when V is equal to 2, the next possible energy is 5/2 omega bar oscillation അല്ലേ? When V is equal to 3, next one is 7/2 omega bar oscillation, that is V is equal to 3. The energy is 7/2 omega bar oscillation അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള എനർജി ലെവൽസ് ആണ് അതിനുള്ളത്. അപ്പോൾ ഈ രണ്ട് എനർജി ലെവൽസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയുണ്ട്? രണ്ട് എനർജി ലെവൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കണക്കാക്കി നോക്കാം. രണ്ട് എനർജി ഡിഫറൻസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അതായത് ഇവിടെ നിങ്ങൾ നോക്കിയുള്ളൂ V is equal to 0 to V is equal to 1 ലേക്കുള്ള എനർജി ഡിഫറൻസ്, that is equal to 3/2 omega bar oscillation minus half omega bar oscillation, that is 1 omega bar oscillation അല്ലേ? അപ്പോൾ ഈ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 1 omega bar oscillation, ഇവിടുത്തേതോ ഇത് 3/2 to 5/2 ആണ് അല്ലേ? 5/2 minus 3/2, that is also equal to 1. So this is also omega bar oscillation. So what is this energy difference? This is also omega bar oscillation. അപ്പോൾ നമ്മൾ ഏത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വൈബ്രേഷൻ ലെവൽസ് എടുത്താലും ആ വൈബ്രേഷൻ ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഒമേഗ ബാർ ഓസിലേഷൻ സെന്റിമീറ്റർ ഇൻ ബോത്ത് ആയിരിക്കും. In other words, the vibration levels are equally spaced. Vibration energy levels are equally spaced അല്ലേ? Equally spaced ആണ് ഇവിടുത്തെ vibration energy levels എല്ലാം. അതുകൊണ്ട് the difference between the vibration energy levels are the consecutive vibration energy levels are always same. എപ്പോഴും അവരുടെ consecutive energy levels തമ്മിലുള്ള vibration energy levels സെയിം ആയിരിക്കും. അത് omega bar oscillation ആയിരിക്കും. So if we are considering a general case, that is from V, the energy difference between V plus 1 and V, okay, that is epsilon V plus 1 minus epsilon V, okay, that is equal to എത്രയായിരിക്കും? അതായത് വിയിൽ നിന്ന് V plus 1ലേക്ക് മോളിക്യൂൾ ഒരു ട്രാൻസിഷൻ നടത്തിയാൽ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. epsilon V plus 1 minus epsilon V, that is equal to epsilon V നമുക്കറിയാം, epsilon V is equal to V plus half omega bar oscillation. അപ്പോൾ epsilon V plus 1 V plus 1 plus 1 V plus 1 plus half V plus 1 plus half, okay, omega bar oscillation minus V plus half omega bar oscillation. ഇതെത്രയാണ്? That is equal to omega bar oscillation, right? Omega bar oscillation. അപ്പോൾ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്, this is always equal to omega bar oscillation, that is omega bar oscillation centimeter inverse. Okay, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്, omega bar oscillation centimeter inverse. ഇനി നമുക്ക് ഇവിടുത്തെ സെലക്ഷൻ റൂൾ പറയണം അല്ലേ? ഇത് സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പോൾ നമ്മൾ സെലക്ഷൻ റൂൾ പറയണം. നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു താഴ്ന്ന എനർജി ലെവലിൽ നിന്നും തൊട്ട് മുകളിലുള്ള എനർജി ലെവലിലേക്കോ മുട്ടുമുള്ള ഏതെങ്കിലും ഒരു എനർജി ലെവലിലേക്ക് മോളിക്യൂൾ ട്രാൻസിഷൻ നടത്തുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സ്പെക്ട്രം കിട്ടുന്നത് അല്ലേ? അപ്പോൾ അവന് സെലക്ഷൻ റൂൾസ് ആണ് അതിനെ തീരുമാനിക്കുന്നത്. V is equal to 0യിൽ നിന്നും അടുത്ത ട്രാൻസിഷൻ എങ്ങോട്ട് നടക്കണം? V is equal to 1ലേക്ക് നടക്കാമോ? V is equal to 2ലേക്ക് നടക്കാമോ? V is equal to 3ലേക്ക് നടക്കാമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? അതിന്റെ സെലക്ഷൻ റൂൾ ആണ്. So the selection rule in the case of vibration spectroscopy, in the case of a harmonic oscillator, is delta V is equal to plus or minus 1. This is the selection rule. ഇതാണ് സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്, സെലക്ഷൻ റൂൾ. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ, ദ സെലക്ഷൻ റൂൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റാ വി. സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റാ വി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് 1 ആണ് ഇവിടുത്തെ സെലക്ഷൻ റൂൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? V is equal to 0യിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിന് എങ്ങോട്ടേ ട്രാൻസിഷൻ നടത്താൻ ഒക്കൂ? V is equal to 1ലേക്ക് പറ്റും. V is equal to 3ലേക്ക് പറ്റില്ല, V is equal to 2ലേക്ക് പറ്റില്ല അല്ലേ? V is equal to 1ലേക്കേ പറ്റുള്ളൂ. ഇനി V is equal to 1ൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിനെ എങ്ങോട്ട് ട്രാൻസിഷൻ നടത്താം? V is equal to 2 വൈബ്രേഷൻ ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താം. V is equal to 2 വൈബ്രേഷൻ ലെവലിൽ ഇരിക്കുന്നതിന് V is equal to 3ലേക്ക് ട്രാൻസിഷൻ നടത്താം. അപ്പോൾ ഇപ്പോൾ ട്രാൻസിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ നേരത്തെയുള്ള കർവിലേക്ക് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വൈബ്രേഷണൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മോളിക്യൂൾ ഈസ് വൈബ്രേറ്റിംഗ് ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീംസ്. ഇതുപോലെയുള്ള ഒരു കർവാണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വൈബ്രേഷൻ ലെവലാണെന്ന് നിങ്ങൾ പരിഗണിക്കുക. ദിസ് ഈസ് എ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വൈബ്രേഷൻ ലെവലാണെന്ന് നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾ ഇങ്ങോട്ടും അങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അതിനൊരു പർട്ടിക്കുലർ വൈബ്രേഷൻ ഉണ്ട്. ഇനി അത് തൊട്ട് മുകളിലുള്ള വൈബ്രേഷൻ ലെവലിലേക്ക് പോകുന്നു. ഇതാണ് അടുത്ത വൈബ്രേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് ഇത്രയും അധികം കംപ്രസ് ചെയ്യണം, ഇത്രയധികം അതിന് ഇലോങ്ങേറ്റ് ചെയ്യുകയും ചെയ്യണം, അല്ലേ? അപ്പൊ അപ്പോഴാണ് അതിന്റെ എനർജി കൂടുതലാവുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്നും അടുത്ത വൈബ്രേഷൻ ലെവലിലേക്ക് അത് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഹാസ് ടു മേക്ക് മോർ റിഗറസ് വൈബ്രേഷൻ. ഇവിടെ ഇരുന്നപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് x1 ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്യുന്നു, x1 ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ആയപ്പോഴോ അതിന് x2 ഡിസ്റ്റൻസ്, ഒരു ഹയർ ഡിസ്റ്റൻസിലേക്ക് കംപ്രസ് ചെയ്യണം, ഹയർ ഡിസ്റ്റൻസിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുകയും ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇവിടെ പരിഗണിക്കാനുള്ള കാര്യം രണ്ട് കേസിലും ഫ്രീക്വൻസിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല കേട്ടോ. ഒരു തെറ്റിദ്ധാരണയുണ്ട് പല സ്റ്റുഡൻസിന്റെ ഇടയിൽ, വൈബ്രേഷൻ ലെവൽസ് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഫ്രീക്വൻസി മാറുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചോളം അതിനൊരു ഇൻട്രിൻസിക് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ മോളിക്യൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ മോളിക്യൂളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ മോളിക്യൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് പറഞ്ഞാൽ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ, ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റിനെയും ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ മാസിനെയും ആശ്രയിച്ചിരിക്കുകയാണ്. ദാറ്റ് വിൽ ഡിസൈഡ് ദ ഫ്രീക്വൻസി. അതാണ് അതിന്റെ ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്നത്, അല്ലേ? നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു, അല്ലെ? ഫ്രീക്വൻസി വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിരുന്നു. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ മാസ് ആൻഡ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇതിനെ മാത്രമാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ മോളിക്യൂള് ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് മറ്റൊരു വൈബ്രേഷൻ ലെവലിലേക്ക് പോയെന്ന് വിചാരിച്ച് അതിന്റെ മാസിനും ഫോഴ്സ് കോൺസ്റ്റന്റിനും വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല, അല്ലേ? അത് കോൺസ്റ്റന്റ് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. അപ്പൊ മോളിക്യൂള് ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ, നമ്മുടെ കോളേജ് ചെങ്ങന്നൂരിന് അടുത്താണല്ലോ, ചെങ്ങന്നൂർ. ഇതാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ്. ഓക്കെ, ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡാണിത്, ചെങ്ങന്നൂർ CNGR. ഓക്കെ, ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്ന് ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഈ ബസ് വടക്കോട്ട് പോകുമ്പോൾ അത് തിരുവല്ലയിലേക്ക് പോകുന്നു. ഓക്കെ, തിരുവല്ല TVR. ഇനിയും അത് തെക്കോട്ടാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ചെങ്ങന്നൂരിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ പന്തളത്തേക്കും പോകും. പന്തളം, ഇത് പന്തളമാണ്. ഓക്കെ, പന്തളം. ഇനിയും മറ്റ് രണ്ട് സ്റ്റേഷനും കൂടി ഞാൻ പരിഗണിക്കുകയാണ്. പന്തളത്തിന് അപ്പുറത്ത് ഒരു സ്റ്റേഷനുണ്ട്, അടൂർ എന്ന് പറയുന്ന സ്റ്റേഷനുണ്ട്, നമുക്കറിയാം, അടൂര്. അതുപോലെ ഈ തിരുവല്ലയ്ക്ക് അപ്പുറം, ഓക്കെ, തിരുവല്ലയ്ക്ക് അപ്പുറം മറ്റൊരു സ്റ്റേഷൻ കൂടിയുണ്ട്, അതായത് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കൂടിയുണ്ട്. ഓക്കെ, ചങ്ങനാശ്ശേരി CH എന്ന് ഞാൻ എഴുതുകയാണ്, ചങ്ങനാശ്ശേരി. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് സ്റ്റേഷൻ കൂടി അതിനപ്പുറം അപ്പുറമുണ്ട്. അപ്പം ഇവിടെ നിന്ന് ചെങ്ങന്നൂരിൽ നിന്നും ഒരു ഓർഡിനറി ബസ്, ഓക്കെ, പന്തളത്തേക്ക് പോകുന്നു. പന്തളത്ത് നിന്ന് തിരിച്ച് ചെങ്ങന്നൂർ വരുന്നു. ചെങ്ങന്നൂർ തിരിച്ച് തിരുവല്ലയിലേക്ക് പോകുന്നു. തിരുവല്ലയിൽ നിന്ന് തിരിച്ച് ചെങ്ങന്നൂരിലേക്ക് പോകുന്നു. നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പോലെ ഇതിനെ പരിഗണിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ നമ്മളുടെ മോളിക്യൂള് ഇക്വിലിബ്രിയം ബോണ്ട് ഡിസ്റ്റൻസിൽ നിന്ന് കംപ്രസ് ചെയ്യുന്നു, തിരിച്ച് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലേക്ക് വരുന്നു, ഇലോങ്ങേറ്റ് ചെയ്യുന്നു, പിന്നെയും തിരിച്ച് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ മോഷൻ പോലെ പരിഗണിക്കുകയാണ്. അപ്പം ചെങ്ങന്നൂരാണ് നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് രണ്ട് ഡയറക്ഷനിലും ഇങ്ങനെ ഒരു ട്രിപ്പ് അടിക്കുകയാണ്. ഇതാണ് വൺ സിംഗിൾ ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള 10 ട്രിപ്പുകൾ നമ്മുടെ ഈ ഓർഡിനറി ബസ് ഒരു ദിവസം പോകാറുണ്ട്. പെർ ഡേ 10 സിംഗിൾ ട്രിപ്പാണ് ഇത് പോകാറുള്ളത്, ഇങ്ങനത്തുള്ള. ഇനി നമ്മൾ മറ്റൊരു ബസ്സിനെ കൂടി പരിഗണിക്കുകയാണ്. ആ ബസ് എന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ നിന്നും പന്തളം വഴി അടൂർ വരെ പോകും. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ബസ്സാണെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് പന്തളം വഴി അടൂര് വരെയാണ് അത് പോകുന്നത്, ഒരു ഹയർ ഡിസ്റ്റൻസിലേക്ക് പോകുന്നു. അതിനുശേഷം അടൂരിൽ നിന്നും അത് ചെങ്ങന്നൂരേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ല വഴി ആ ബസ് ചങ്ങനാശ്ശേരി വഴി പോകുന്നു. പിന്നെ അത് തിരുവല്ല വഴി ചെങ്ങന്നൂരിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് സിംഗിൾ ട്രിപ്പ്. ഇങ്ങനെ ഈ ബസ്സും ഒരു ദിവസം 10 ട്രിപ്പുകളാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ബസ്സും ഒരു ദിവസം പോകുന്നത് 10 ട്രിപ്പാണ്. ഓർഡിനറി ബസ് പോകുന്നതും 10 ട്രിപ്പാണ്. രണ്ടാമത്തെ ബസ് പോകുന്നത് 10 ട്രിപ്പാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ബസ്സുകളുടെയും ഫ്രീക്വൻസി ഒരുപോലെയാണ്.
ഫ്രീക്വൻസി ഒരുപാട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ജംഗ്ഷൻ നാട് ഇവിടെയാണ് അല്ലെ, ചെങ്ങന്നൂരിൽ നിന്ന് മാറി ഇവിടെയാണ് നമ്മുടെ കോളേജ് ജംഗ്ഷൻ. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക്, ഇവിടെ ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റിംഗ് ഷെഡ്, നമ്മുടെ കോളേജിന്റെ വാതിക്കലുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണെന്ന് ഇരിക്കുക. ഓക്കെ, ആ മനുഷ്യൻ എത്ര തവണ ഈ ബസ്സുകളെ കാണും? ഈ ഓർഡിനറി ബസ്സിന് ഇങ്ങോട്ട് തെക്കോട്ട് പോകുന്നതും വടക്കോട്ട് പോകുന്നതും അദ്ദേഹം 10 തവണ കാണും അല്ലെ. അതുപോലെ ഈ ബസ്സും തെക്കോട്ടും വടക്കോട്ടും പോകുന്നത് അദ്ദേഹം എത്ര തവണ കാണും? 10 തവണ കാണും. അതായത് അദ്ദേഹം 2 ബസ്സുകളെയും ഒരു ദിവസം ഒരേ നമ്പർ ഓഫ് ടൈംസ് ആണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 2 കേസിനും ഒരുപോലെയാണ് അല്ലെ. 2 ബസ്സുകളുടെയും ഫ്രീക്വൻസി ഒരുപോലെയാണ്. പക്ഷെ അങ്ങനെ 2 ബസ്സുകളുടെയും ഫ്രീക്വൻസി ഒരുപോലെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബസ് എന്ന് പറയുന്നത് ആദ്യത്തെ ബസ്സിന്റെ സ്പീഡിൽ പോയാൽ മതിയോ? പോരാ. കാരണം എന്താ? ആ ബസ്സിന് ഹയർ ഡിസ്റ്റൻസിൽ പോയേ പറ്റുള്ളൂ. സെയിം ഫ്രീക്വൻസി നിലനിർത്തുകയും വേണം. 10 തവണ ഈ ട്രിപ്പ് അടിക്കുകയും വേണം. എന്നാൽ അതിന് ഹയർ ഡിസ്റ്റൻസിൽ പോവുകയും വേണം. അപ്പൊ രണ്ടാമത്തെ ബസ് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ആയിരിക്കും അല്ലെ. സൂപ്പർ ഫാസ്റ്റ് ബസ് ആയിരിക്കും നമുക്ക്. ഇവിടെ നമ്മളൊരു ഓർഡിനറി ബസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി നിലനിർത്താൻ കഴിയത്തില്ല. ഒരു ദിവസം 10 തവണ പോയി വരാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ കേസിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ആയിരിക്കും നമ്മൾ രണ്ടാമത്തെ കേസിൽ വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലുള്ള വേഗത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. അത് വളരെ വേഗത്തിലായിരിക്കും കറങ്ങുന്നത് അല്ലെ. അപ്പം അത് ഹയർ വെലോസിറ്റിയിൽ പോയെങ്കിലേ ഒക്കത്തുള്ളൂ രണ്ടാമത്തെ ബസ്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ആദ്യത്തെ വൈബ്രേഷൻ ലെവലിൽ അതിന് കുറച്ച് ഡിസ്പ്ലേസ്മെന്റേ ഉള്ളൂ. അപ്പം അതിന്റെ സ്പീഡ് കുറവാണ് അല്ലെ, സ്പീഡ് കുറവാണ്. പക്ഷെ രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ അതേ ഫ്രീക്വൻസി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കണം. എങ്കിലേ സെയിം ഫ്രീക്വൻസി അതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അതായത് രണ്ടാമത്തെ കേസിൽ ഹയർ വൈബ്രേഷൻ ലെവൽ അതിനെ റിഗറസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. ഈവൻ ഇഫ് ദ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ് മേക്സ് എ മോർ വിഗറസ് വൈബ്രേഷൻ. വളരെ ഉയർന്ന സ്പീഡിൽ അത് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്രയും ഉയർന്ന സ്പീഡിലെ വൈബ്രേഷന്റെ ആവശ്യമില്ല. അതാണ് ഈ 2 വൈബ്രേഷൻ തമ്മിലുള്ള എനർജിയെ തീരുമാനിക്കുന്നത്. ഈ സ്പീഡിലുള്ള ഡിഫറൻസ് ആണ് രണ്ടിന്റെ എനർജിയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ വൈബ്രേഷൻ ലെവലിൽ നിന്ന്, ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് ഹയർ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ പല സ്റ്റുഡൻസും തെറ്റിദ്ധരിക്കുന്നത് അത് ഹയർ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, അത് എന്താണ്? ഒരു ഹയർ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? It has to absorb an energy equivalent to what? Equivalent to omega bar oscillation അല്ലെ. ഒമേഗ ബാർ ഓസിലേഷന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എനർജി അത് അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിയിൽ നിന്ന് V+1 അതിന് ട്രാൻസിഷൻ നടത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ ട്രാൻസിഷൻ നടത്തുമ്പോൾ ഒമേഗ ബാർ ഓസിലേഷനാണ് അത് എപ്പോഴും എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ΔV=+or-1 ആണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ട്രാൻസിഷൻ നടന്നാലും, അപ്പം V=0 to 1 ആയാലും 1 to 2 ആയാലും 2 to 3 ആയാലും എല്ലാ കേസിലും എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ ആണ്. അപ്പൊ ഈ മോളിക്യൂളിൽ ഏതൊക്കെ ട്രാൻസിഷൻ നടന്നാലും, ഏതൊക്കെ ലെവലിൽ നിന്നും ഏതൊക്കെ ലെവലിലേക്ക് ട്രാൻസിഷൻ നടന്നാലും നമ്മുടെ സെലക്ഷൻ റൂൾ അനുസരിച്ച് ഒരൊറ്റ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാത്രമേ ഒബ്സർവ് ചെയ്തുള്ളൂ അല്ലെ. അതായത് സ്പെക്ട്രത്തിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരൊറ്റ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് തന്നെ കറസ്പോണ്ടിങ് ആയിരിക്കും. അത് ഒമേഗ ബാർ ഓസിലേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്പെക്ട്രത്തിൽ എത്ര ലൈനേ കിട്ടത്തുള്ളൂ? ഒമേഗ ബാർ ഓസിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ മാത്രമായിരിക്കും നമ്മുടെ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. The spectrum of this molecule, the spectrum will consist only of a single line. ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും ഈ സ്പെക്ട്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. അപ്പൊ ഈ സിംഗിൾ ലൈനിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ബാർ ഓസിലേഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. സോ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് സ്പെക്ട്രത്തിലൂടെ സിംഗിൾ ലൈൻ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്പെക്ട്രത്തിലൂടെ സിംഗിൾ ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ആ മോളിക്യൂൾ ഒരു വൈബ്രേഷൻ ലെവലിൽ ഇരിക്കുന്ന മോളിക്യൂൾ എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് നെക്സ്റ്റ് ഹയർ വൈബ്രേഷൻ ലെവലിലേക്ക് പോകണം. അതായത് എനർജി അതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കണം അല്ലെ. മോളിക്യൂൾ ഹാസ് ടു അബ്സോർബ് എനർജി. അപ്പൊ മോളിക്യൂളിന് എനർജി അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ മോളിക്യൂൾ നമ്മൾ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ പഠിച്ചിരുന്നു. റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ പെർമനന്റ് ഡൈപോൾ ഉള്ള മോളിക്യൂളുകൾ മാത്രമേ എനർജി അബ്സോർബ് ചെയ്തുള്ളൂ. കാരണം പെർമനന്റ് ഡൈപോൾ ഉള്ള മോളിക്യൂളുകൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ്, ഡൈപോൾ മൊമെന്റും അല്ലെങ്കിൽ ആ ഡൈപോൾ മൊമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ആ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് മൂലമാണ് അതെന്ത് ചെയ്യുന്നത്? എനർജിയെ അല്ലെങ്കിൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത്.
ഇവിടെയും സെയിം മെക്കാനിസമാണ്. ഇവിടെ റൊട്ടേഷൻ പകരം വൈബ്രേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ്, ആ ഡൈപോൾ മൊമെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ HCl മോളിക്യൂളിനെ എടുത്തു കഴിഞ്ഞാൽ HCl മോളിക്യൂളിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലേ, ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് ഇവിടെ. അപ്പം ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലേ. ഇനി ഈ ഡൈപോൾ മൊമെന്റ് ഈ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയല്ല. കാരണം ഡൈപോൾ മൊമെന്റിനെ തീരുമാനിക്കുന്നത് എന്താണ്? ചാർജും ഡിസ്റ്റൻസുമാണ് ഡൈപോൾ മൊമെന്റിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ മോളിക്യൂൾ കംപ്രസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഡിസ്റ്റൻസ് കുറയും അല്ലേ. ഇനി അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കൂടും. അപ്പൊ ഡിസ്റ്റൻസ് കുറയുകയും കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റിനും വ്യത്യാസം ഉണ്ടാകും. ഡൈപോൾ മൊമെന്റ് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡൈപോൾ മൊമെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മോളിക്യൂൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഡൈപോൾ മൊമെന്റും ഓസിലേറ്റ് ചെയ്യുകയാണ്. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഓസിലേറ്റ് ചെയ്യുകയാണ് അല്ലേ. ഡൈപോൾ മൊമെന്റ് വാല്യൂ ഓസിലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൈപോൾ മൊമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തും എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട് ആ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് അബ്സോർവ് ചെയ്യാൻ ഒക്കുന്നത്. ബിക്കോസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൾസോ കൺസിസ്റ്റ് ഓഫ് ആൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അതുകൊണ്ടാണ് അതിനെ റേഡിയേഷനുമായിട്ട് റേഡിയേഷനെ അതിനെ അബ്സോർവ് ചെയ്യാൻ ഒക്കുന്നത്, അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ട് അതിനെ ഇന്ററാക്ട് ചെയ്യാൻ ഒക്കുന്നത്. അപ്പം ഒരു മോളിക്യൂള് റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്കുലാർ വൈബ്രേഷൻ റേഡിയേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് there should be a change in the dipole moment. There should be a fluctuating dipole moment. അപ്പോൾ നമ്മൾ H2 മോളിക്യൂൾ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? H2 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറമുള്ള ചാർജ് ഒരുപോലെയാണ് അല്ലേ, അതിനൊരു ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പൊ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ, ഇത് വൈബ്രേറ്റ് ചെയ്താലും ഡൈപോൾ മൊമെന്റ് യാതൊരു വ്യത്യാസം, ഡിസ്റ്റൻസ് മാറുന്നുണ്ട് പക്ഷെ ചാർജിന് വ്യത്യാസമൊന്നുമില്ല. ചാർജ് അപ്പുറം ഇപ്പുറം ഒരുപോലെ തന്നെയാണ്, ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പൊ ഇത് വൈബ്രേറ്റ് ചെയ്താലും ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് H2 മോളിക്യൂൾ എന്ന് പറയുന്നത് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി കാണിക്കില്ല. ഓക്കെ. എന്നാൽ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ നിങ്ങൾ നോക്കിക്കോളൂ. കാർബൺ ഡയോക്സൈഡ്, ഈ കാർബൺ ഡയോക്സൈഡിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് നോ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഇത് സ്ട്രെച്ചിങ്, ഇതിന് പലതരത്തിലുള്ള വൈബ്രേഷൻ കാണിക്കാം. ഇത് കാർബൺ ഡയോക്സൈഡ് 2 ഓക്സിജൻ ആറ്റം ഒരേ സമയം സ്ട്രെച്ച് ചെയ്യുന്നു, ഒരേ സമയം കംപ്രസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ് വിളിക്കുന്നത്. സിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ. ഈ സിമെട്രിക് സ്ട്രെച്ചിങ് സംഭവിക്കുമ്പോൾ ഈ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റിന് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. കാരണം 2 ഓക്സിജൻ ആറ്റവും ഒരേ സമയം അകന്നു പോവുകയും ഒരേ സമയം അടുത്ത് വരികയും ചെയ്യാം. ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അത് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി തരത്തില്ല, സിമെട്രിക് സ്ട്രെച്ചിങ് മോഡ്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു സ്ട്രെച്ചിങ് മോഡ് കൂടിയുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് മോഡ്, C ഡബിൾ ബോണ്ടോ. ഓക്കെ. ഈ ഓക്സിജൻ ആറ്റം കാർബൺ ആറ്റം നിന്ന് അകന്നു പോകുന്നു. അറ്റ് ദാറ്റ് ടൈം ദിസ് ഓക്സിജൻ ആറ്റം വിൽ കം ക്ലോസ് ടു ദ കാർബൺ. അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ് ദിസ് oxygen atom will go apart from the carbon atom and this oxygen will come closer to the carbon atom. Okay. അതായത് ഇത് ഒരു ബോണ്ട് ലെങ്ത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കംപ്രസ് ചെയ്യാണ്. ഓക്കെ. അപ്പം ഇതിനെ നമ്മൾ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്നാണ് വിളിക്കുന്നത്. അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അസിമെട്രിക് സ്ട്രെച്ചിങ്. ഈ അസിമെട്രിക് സ്ട്രെച്ചിന്റെ കേസിൽ എപ്പോഴും എന്തായിരിക്കും? അതിന്റെ ഡൈപോൾ മൊമെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം കാർബണിന് അപ്പുറവും ഇപ്പുറവും ഉള്ള ഓക്സിജന്റെ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സ്ട്രെച്ചിങ് മോഡ് എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി തരുന്ന ഒരു സ്ട്രെച്ചിങ് മോഡാണ്. അപ്പം മോളിക്യൂളിന് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം എന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെന്താണ്? ആ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ മതി. കാർബൺ ഡയോക്സൈഡ് even though doesn't have a permanent dipole moment in its equilibrium position, its dipole moment is changing when it is executing the asymmetric stretching. അല്ലേ? അസിമെട്രിക് സ്ട്രെച്ചിങ് നടക്കുമ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സ്ട്രെച്ചിങ് മോഡ് എന്ന് പറയുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് വൈബ്രേഷൻ സ്പെക്ട്രം തരുന്ന ഒരു സ്ട്രെച്ചിങ് മോഡാണ്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ സമയത്ത് അത് ഒമേഗ ബാർ ഓസിലേഷൻ എത്രയാണോ അതാണ് അബ്സോർബ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഒമേഗ ബാർ ഓസിലേഷൻ എന്താണ്? ഒമേഗ ബാർ ഓസിലേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ
that is the frequency of that molecule in terms of centimeter inverse ആണല്ലേ. ആ മോളിക്യൂളിന്റെ ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ വേവ് നമ്പർ ആണ്. ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് ഈ ഒമേഗ ബാർ ഓസിലേഷൻ എന്ന് പറയുന്നത്. അതേ ഒമേഗ ബാർ ഓസിലേഷൻ ആണ് എന്ത്, അതിന്റെ രണ്ട് വൈബ്രേഷണൽ ലെവലുമുള്ള എനർജി ഡിഫറൻസും അതേ ഒമേഗ ബാർ ഓസിലേഷൻ ആണ്. ആ ഒമേഗ ബാർ ഓസിലേഷൻ ആണ് നമ്മൾ സ്പെക്ട്രത്തിൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതുകൊണ്ട് സ്പെക്ട്രത്തിൽ കാണുന്ന ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസി തന്നെയാണ് ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. Okay, so whatever frequency you are seeing in the spectrum, that is the same frequency of the vibration of the molecule. സത്യത്തിൽ സ്പെക്ട്രത്തിൽ നിങ്ങൾ കാണുന്ന ഫ്രീക്വൻസി എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് അല്ലെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുന്നതോ മൂലമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, സ്പെക്ട്രം കിട്ടുന്നത്. Therefore, the frequency that you are observing in the spectrum is nothing but the frequency of the electromagnetic radiation you used. പക്ഷേ ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് തുല്യം തന്നെയായിരിക്കും, ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് തുല്യം തന്നെയായിരിക്കും. Therefore, the frequency of the electromagnetic radiation absorbed will be equal to the frequency of the vibrating molecule itself. അതുകൊണ്ട് നമുക്ക് എഴുതാം ന്യൂബാർ സ്പെക്ട്രോസ്കോപ്പിക്. ന്യൂബാർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ഓഫ് ദ റേഡിയേഷൻ that is absorbed or emitted. Okay, Newbar spectroscopic is equal to the omega bar oscillation. That is the oscillation frequency of the vibrating molecule itself. Okay, അത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് സ്പെക്ട്രത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഒരു മോളിക്യൂളിന്റെ വൈബ്രേഷൻ ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ, മോളിക്യൂളിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് IR റീജിയനിലായിരിക്കും എപ്പോഴും വരുന്നത്. ഇറ്റ് വിൽ ഫോൾ ഇൻ ദ IR റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. Therefore, this spectroscopy is also called IR spectroscopy. Okay, അപ്പം വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ IR സ്പെക്ട്രോസ്കോപ്പിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി ആണ് എന്ന് പറഞ്ഞതുപോലെ IR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. റൊട്ടേഷൻ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. Therefore, that spectroscopy is called microwave spectroscopy. വൈബ്രേഷൻ എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് IR റീജിയനിലാണ്. അതുകൊണ്ട് അതിന്റെ ആ സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്കിനെ നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. മൈക്രോവേവിനേക്കാൾ ഉയർന്ന എനർജിയാണ് IR-നുള്ളത് അല്ലേ. മൈക്രോവേവിനേക്കാൾ ഉയർന്ന എനർജിയാണ് IR റേഡിയേഷൻ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം റൊട്ടേഷണൽ എനർജിയേക്കാൾ കൂടുതലായിരിക്കും മോളിക്യൂളിന്റെ വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഏത് റേഞ്ചിലാണ് നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ചിരിക്കുകയാണ് ആ സ്പെക്ട്രോസ്കോപ്പിയുടെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്കുകളാണ് ഇപ്പോൾ പഠിച്ചത്. ഒന്ന് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി, അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ IR സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു സിമ്പിൾ അപ്രോക്സിമേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. അതായത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററായി നമ്മൾ നമ്മുടെ മോളിക്യൂളിനെ പരിഗണിക്കുകയാണ്. അങ്ങനെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററായി പരിഗണിച്ചതിന്റെ കാര്യം ഈ കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, റിയൽ മോളിക്യൂൾസ് വൈബ്രേഷൻസ് ആർ നോട്ട് സിമ്പിൾ ഹാർമോണിക്, ഇറ്റ് വിൽ ഷോ എൻഹാർമോണിസിറ്റി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ എൻഹാർമോണിസിറ്റി മൂലം ഉണ്ടാകുന്ന എഫക്റ്റ് ആണ്. എങ്ങനെയാണ് സ്പെക്ട്രത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, എൻഹാർമോണിക് വൈബ്രേഷൻ മൂലം സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ഫണ്ടമെന്റൽസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.